ആദ്യം റോണിയിലേക്ക്. റോണി, ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു, ലീഗിന്റെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എത്രമാത്രം എക്സൈറ്റിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ന് വൈകിട്ട് 6 മണി വരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഏതൊക്കെയാലും CPM നേതാക്കളും BJP നേതാക്കളും ഒക്കെ ചർച്ചകളിൽ വന്നിരുന്ന് ചോദിക്കുമായിരുന്നു എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഏതൊക്കെയാലും അവര് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ അവര് കാണിക്കുന്ന ആശങ്ക, അവരുടെ ആ ബുദ്ധിമുട്ട്, അത് ഏതൊക്കെയാലും പരിഹരിക്കപ്പെട്ട് കോൺഗ്രസ് ഞങ്ങളുടെ 55ഓളം സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് 2 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ പകുതിയിലേറെ സീറ്റുകളിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി, മറ്റ് ഒരു പരിഗണനയും ഇല്ലാതെ വളരെ കൃത്യമായി തന്നെ ദേശീയ നേതൃത്വം വളരെ സസൂക്ഷ്മം ഓരോ നിയോജകമണ്ഡലങ്ങളും പഠിച്ച് പരിശോധിച്ച് വിലയിരുത്തൽ നടത്തി ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഒരു 40ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അത് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാലും അന്തിമവട്ട ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ട് നാളെ ബാക്കി സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരും. ഏതൊക്കെയാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് റോണി, സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ഒട്ടുമിക്ക പേരുടെയും. ഇതിൽ എന്ത് പുതുമയാണുള്ളത്? ഈ പട്ടിക പ്രഖ്യാപിക്കാൻ എന്തിനാണ് ഈ 2 ദിവസം കാത്തിരുന്നത് നിങ്ങൾ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പാണ്. കാരണം 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അധികാരത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട്, കാരണം കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിന്റെ ചിന്തകന്മാർ തന്നെ, ബുദ്ധിജീവികൾ തന്നെ, സാംസ്കാരിക നായകർ തന്നെ, സാഹിത്യ അക്കാദമിയുടെ സച്ചിദാനന്ദനെ പോലെയുള്ള ചിന്തകന്മാർ പോലും, സാംസ്കാരിക നായകർ പോലും കേരളത്തിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തരത്തിലുമുള്ള ഒരു വീഴ്ച ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത്. ജനങ്ങളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നാകെ ഇനി എന്താണ് പിണറായി വിജയനെ വോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും നിങ്ങൾ എവിടെയെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര സ്ഥാനാർത്ഥികൾക്ക് നോക്കുക. ഇപ്പോഴും CPM സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടില്ല. BJP പോലും ഇന്നലെ 48 സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത്. 140 മണ്ഡലങ്ങളുള്ളതിൽ ഇനിയും 90 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വരുവാനിരിക്കുക. ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെ, കേരള കോൺഗ്രസ്, ജോസഫ് ഉൾപ്പെടെ അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ 100-ൽ പരം സീറ്റുകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അണിനിരത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 40 ഏതൊക്കെയും മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം ഇതുപോലൊരു ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുമോ? കൃത്യമായി തെരഞ്ഞെടുപ്പ്, കാരണം ഇത് ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പോൾ വേണം CPM വേണമെങ്കിൽ പറയാം, അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു, 1/2 മണിക്കൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ സംസ്ഥാനത്തിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം. പക്ഷെ ഞങ്ങളുടെ അങ്ങനെയല്ല. ഞങ്ങൾ DCC പ്രപ്പോസൽ നൽകി, KPCC തെരഞ്ഞെടുപ്പ് ഇവിടെ, പിന്നെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മിറ്റി വന്നു. ഫൈനൽ ബോഡി എന്ന് പറയുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് റോണി പറഞ്ഞത് എങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം പട്ടിക, ഇങ്ങനെയാണ് സതീശൻ പറഞ്ഞത്. എവിടെ പറയാം, ഇവിടെയുള്ള 3 മുന്നണികളില് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി തന്നെ പ്രോസസ് ആരംഭിച്ചതാണ്. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പകുതിയോളം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ 3-4 തവണ ദേശീയ ഏജൻസികൾ അല്ലെങ്കിൽ പാർട്ടി നിയോഗിച്ച ഏജൻസികൾ ഓരോ നിയോജകമണ്ഡലത്തിലും ആയിരക്കണക്കിന് സമിതി നായകരെ നേരിൽ കണ്ട് പരിശോധിച്ച് അവർക്ക് അഭിപ്രായം കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൃത്യം. അപ്പൊ നമുക്ക് എടുത്തിയാടി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അത് വോട്ടർമാർ വലിയ പ്രതീക്ഷയാണ് ഞങ്ങളിൽ നിന്നും അർപ്പിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷകളെ ഒരു തരത്തിലും, അവരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ ഞങ്ങളുടെ പ്രതീക്ഷയുടെ അമിതഭാരമാണ് വോട്ടർ പട്ടിക വൈകുന്നതിന് പിന്നിലാണ് റോണി പറയുന്നത്.